നമ്മുടെ നാട്ടിൽ ആകെ ഉണ്ടാകുന്ന ഉത്സവമാട്ട വേല. അപ്പം നമ്മൾ വൈകുന്നേരം അതിന് വേണ്ടിയിട്ട് പോകുക കേട്ടോ. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഇത് നടക്കാറ്. അങ്ങനെ ഇക്കൊല്ലത്തെ വേലയ്ക്ക് ഞാൻ നിവിനെയും കൂട്ടി പോവാണ്. ആദ്യമായിട്ടാട്ടോ നിവി വേലയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെയാണ് നിൽക്കാറ്. ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് എഴുന്നള്ളി മുത്തപ്പം വരുമ്പോൾ കുറേ കോമരവും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ സമയത്തായിരിക്കും നല്ല വെടിപൊട്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ താഴ്ന്ന് വെടിപൊട്ടി. അതോടെ ചെക്കൻ സീനായി ഭയങ്കര കരച്ചിലായിരുന്നു. അവിടെയുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് കരഞ്ഞു കേട്ടോ. ഞങ്ങൾ ആനേനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ഈ കരച്ചിലിൻ്റെ ഇടയിൽ ആനേനെ ഒന്നും ഭംഗിയായിട്ട് അവന് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ കുറച്ച് അധികം സമയം ഈ ആനയൊക്കെ പോകുന്നത് വരെ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലോട് കരച്ചിൽ. ഒരു വെടിയായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കായിരുന്നു. 2 വെടി അടുപ്പിച്ച് പൊട്ടി. അതാണ് ഇത്രയും സങ്കടത്തിന് കാരണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കാവടിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ലൈറ്റൊക്കെ കത്തിച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വന്നു. അതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, ഇപ്രാവശ്യം നിറയെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. എല്ലാ കൊല്ലത്തെ പോലെ ഇപ്രാവശ്യം നല്ല ഗംഭീരമായിട്ടാണ് വേല നടത്തിയത് കേട്ടോ. ഇത് വേലേൻ്റെ 2ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം അമ്പലത്തിൽ വെച്ചിട്ട് നല്ല പരിപാടിയൊക്കെ ഉണ്ടാവും. ഇത് സെക്കൻഡ് ഡേ ആറാട്ട് കഴിഞ്ഞിട്ട് റോഡിലൂടെ അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോഴായിരിക്കും നല്ല കാവടിയും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവുക, ആനയൊക്കെ വരുന്നത്. ഞങ്ങൾ മിക്കവാറും ഈ 2ാമത്തെ ദിവസമായിട്ടാണ് കാണാൻ പോകാറ്. ആദ്യത്തെ ദിവസം ഇതുവരെ അങ്ങനെ പോയിട്ടില്ല, 1ാമത്തെ ദിവസം ഉത്സവത്തിന്. ആലപ്പുഴയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ മലപ്പുറത്തെ ഉത്സവങ്ങളൊക്കെ വളരെ കുറവാട്ടോ. എൻ്റെ ഈ പരിസരത്തൊക്കെ വളരെ കുറവാണ്. ആലപ്പുഴയിലാണെങ്കിൽ അടുത്തടുത്ത് തന്നെ കുറേ ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിവിക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റും അതൊക്കെ കണ്ട് പുള്ളി എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നേരം ഞങ്ങൾ അവിടുത്തെ പാട്ടും ബഹളവും ഡാൻസും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നു കേട്ടോ. രാത്രിയായിരുന്നു വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ചിട്ട് പോയി. കുറേ പേരുള്ളതുകൊണ്ട് സുഖമായിട്ട് അങ്ങോട്ട് പോയി. വീട്ടിലെത്തിയപ്പോൾ അച്ഛ നിവിക്ക് വേണ്ടിയിട്ട് ഒരു എയ്റോപ്ലെയിൻ്റെ ബലൂൺ കൊണ്ടുവന്നായിരുന്നു. അത് ഫാൻമ തട്ടിയ പൊട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും അത് മുകളിലോട്ട് പാറിപ്പോയി. പിന്നെ അമ്മ അത് അതിസാഹസികമായിട്ട് നിവിക്കെടുത്ത് കൊടുത്തു. പിന്നെയുള്ള സ്പെഷ്യലാണ് ഉത്സവങ്ങൾക്കൊക്കെ ഈ ശർക്കര മിഠായി. ഞാൻ അങ്ങനെ ശർക്കര മിഠായിൻ്റെ ഫാനൊന്നുമല്ല. ഇവിടെ എൻ്റെ അനിയത്തി ബേബിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതേപോലെ എൻ്റെ കെട്ടിയവനും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് ഈ ചെറുതിനും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിറ്റേ ദിവസമൊക്കെ ഇതും കൊണ്ടുള്ള ഓട്ടമായിരുന്നു. എയ്റോപ്ലെയിൻ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ ഈ വീടിൻ്റെ മുകളിലൂടെ എയ്റോപ്ലെയിൻ പോകുന്നത് വളരെ ക്ലിയർ ആയിട്ട് കാണാം. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം അതും കൊണ്ട് തുള്ളി ചാടുമായിരുന്നു.